പ്രായത്തെ വെല്ലുന്ന മാസ്മരിക പ്രകടനങ്ങളുമായി മാസ്റ്റേഴ്സ് വിഭാഗം സംസ്ഥാന കായികമേള നെടുങ്കണ്ടം പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ പുരോഗമിച്ചു വരികയാണ്. ഇന്ന് വൈകുന്നേരം 4 മണി വരെയുള്ള മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ 163 പോയിന്റുമായി എറണാകുളം ജില്ല 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 84 പോയിന്റുമായി തിരുവനന്തപുരം 2ാം സ്ഥാനത്തും 81 പോയിന്റുമായി കോട്ടയം ജില്ലയാണ് 3ാം സ്ഥാനത്ത് തുടരുന്നത്. 66 പോയിന്റുമായി ആതിഥേയ ജില്ലയായ ഇടുക്കി 6ാം സ്ഥാനത്താണ്. ഇതിൻ്റെ സമാപന സമ്മേളനം അല്പസമയത്തിനകം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി. പോലീസിൽ നിന്നും വിരമിച്ചിട്ടും സ്പോർട്സിനെ മുറുകെ പിടിക്കുകയാണ്. ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് സ്പോർട്സ് മീറ്റിന് എത്തിയ ബിജു സാമുവൽ. റിട്ടയേർഡ് CA ആയ ബിജു 3 ഇനങ്ങളിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. ആദ്യ ഇനമായ 60+ കാറ്റഗറിയിലെ ലോങ് ജമ്പിൽ സ്വർണം നേടിക്കൊണ്ടാണ് അദ്ദേഹം ഇത്തവണത്തെ മാസ്റ്റേഴ്സ് മീറ്റിലെ തന്റെ സാന്നിധ്യം അറിയിച്ചത്. മാസ്റ്റേഴ്സ് മീറ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് റിട്ടയർഡ് CA ജിജു സാമുവൽ സാറിന്റെ കൂടെയാണ്. അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ആലപ്പുഴ ജില്ലയാണ്. രാവിലെ ഒരു ഗോൾഡ് നേടി. സാർ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? ഇന്നത്തെ അനുഗ്രഹമായിരുന്നു. മീറ്റിനെ പറ്റിയും നല്ല അഭിപ്രായമാണുള്ളത്. രാവിലെ ഞങ്ങളുടെ 8 മണിക്കുള്ള നടന്ന ഒരു ലോങ് ജമ്പ് ഉണ്ടായിരുന്നു 60+. എനിക്ക് ലോങ് ജമ്പിൽ ഗോൾഡ് മെഡൽ കിട്ടി. ഞാൻ ഒരു കഴിഞ്ഞ മാസം 28-ാം തീയതി ഇവിടെ വേൾഡ് ഇതുണ്ടായിരുന്നു, നാഷണൽ അല്ല മറ്റേ ഏഷ്യൻ മീറ്റ് ഉണ്ടായിരുന്നു ചെന്നൈയിൽ. അപ്പോൾ അതെനിക്ക് അവിടെ ലോങ് ജമ്പ് മെഡൽ ഉണ്ടായിരുന്നു. പിന്നെ ട്രിപ്പിൾ ജമ്പ് ഫസ്റ്റ് ആയിരുന്നു. 2 ഗോൾഡ് മെഡൽ, 1 സിൽവർ ജാവലിന്. അതിനുശേഷം ഫസ്റ്റ് മീറ്റാണ് ഈ വർഷത്തെ 2026 ആദ്യത്തെ മീറ്റാണ്. അതിൽ ഗോൾഡ് ലഭിക്കാൻ ഭാഗ്യമുണ്ടായി. കുഴപ്പമില്ല. ഇനിയിപ്പോൾ നാളെ എൻ്റെ 2 ഇവന്റ് കൂടെ ഉണ്ട്, ലോങ് ട്രിപ്പിൾ ജമ്പും ജാവലിനും. മീറ്റ് പൊതുവെ നല്ല അനുഗ്രഹമാണ്. സർവീസിലായിരുന്നപ്പോൾ ഞാൻ ഓൾ ഇന്ത്യ ചാമ്പ്യൻ ആയിരുന്നു. പിന്നെ പോലീസ് റെക്കോർഡ് ഹോൾഡറാണ് 90 ലിറ്റർ. ഞാൻ കേരള പോലീസ് ജോയിൻ ചെയ്തത് 1990-ലാണ്. അപ്പൊ അന്ന് നടന്ന മീറ്റിൽ എന്റെ റെക്കോർഡ് ഇപ്പോഴും കിടക്കുന്നത് 90 ലിറ്റർ മീറ്റർ റെക്കോർഡ് ഇപ്പോഴും എന്റെ പേര് കിടപ്പുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങൾക്കൊരു അക്കാഡമി ഉണ്ട് 20 അത് പത്തനംതിട്ടയാണ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കാണ് ഞങ്ങളെ അത് സ്പോൺസർ ചെയ്തേക്കുന്നത്. കുഴപ്പമില്ല, നല്ല രീതിയിൽ. അപ്പോൾ അവർക്കൊരു പ്രചോദനമാണ്. കാരണം ഈ വരും തലമുറകൾക്കൊരു പ്രചോദനമാണ്. നമ്മളിപ്പോൾ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ പെർഫോമൻസും അവരുടെ ആറ്റിറ്റ്യൂഡും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്കൊരു പ്രചോദനമാണ്. ഒരു അമൂല്യമായിട്ടുള്ള ഒരു സ്റ്റിറോയിഡാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞത്. കുഴപ്പമില്ല, മീറ്റ് നല്ല അനുഗ്രഹം. നല്ല കാലാവസ്ഥ നേരത്തെ പറഞ്ഞിരുന്നത് ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഒത്തിരി മാറ്റങ്ങളുണ്ട്. പുതിയ നല്ല അന്തരീക്ഷം. പിന്നെ എല്ലാവരും ഹാപ്പിയാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായി ഞാനും ഹാപ്പിയാണ്. ഇടുക്കി ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. എല്ലാ രീതിയിലും നല്ലൊരു മീറ്റാണ്. ഇനിയിപ്പോൾ നാളത്തെ ഇതൂടെ കഴിയുമ്പോൾ അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് നമുക്ക് പറയാനൊക്കത്തുള്ളൂ. വളരെ സന്തോഷമുണ്ട്. എന്താണല്ലോ സാറേ, എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇങ്ങനെ തന്നെയാണ് സാറ് പറഞ്ഞതുപോലെ തന്നെയാണ് നാഷണൽ മീറ്റിലും ദേശീയ മീറ്റിലും ഒക്കെ പങ്കെടുത്ത താരങ്ങളാണ് ഇപ്പോൾ ഈ മീറ്റിൽ പങ്കെടുക്കുന്നത്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജോബിൻ കോശിക്കൊപ്പം അനീഷ് പി, എഡ്യൂക്കേഷൻ.